നമസ്കാരം. ഇന്നത്തെ ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഈ മേളിൽ കാണുന്ന വാർത്ത ഞാൻ വായിക്കാം. പ്രതിയായ ആളെ പോലീസ് എൻകൗണ്ടർ ചെയ്തു. അതായത് ഒരു പോലീസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസുകാർ എൻകൗണ്ടർ ചെയ്തു എന്നാണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്ന ന്യൂസ്. അതായത് തമിഴ്നാട്ടിലെ ഉസിലമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസുകാരനെ വെട്ടിക്കൊലപ്പെടുത്തി ഈ പ്രതി. തേനി കമ്പം ഭാഗത്ത് ഒളിച്ചിരുന്ന ആളെ കണ്ടുപിടിച്ച് എൻകൗണ്ടർ ചെയ്തു. ഈ ഒരു വാർത്തയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു സാധാരണ ആളിന് സംഭവിച്ചിരുന്നു എങ്കിൽ, ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് വെച്ചോ, അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ പോലീസുകാരിങ്ങനെ ചെയ്യുമായിരുന്നോ? എനിക്കറിയത്തില്ല. എനിക്കൊരു സംശയം തോന്നിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഒരു നാട്ടിൽ ഇപ്പോൾ നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു നല്ല വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഒരു നല്ല വാർത്തയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നിയമമൊക്കെ നോക്കിയിരുന്ന എത്രയോ കുഞ്ഞു കുട്ടികളെ നമ്മുടെ നാട്ടിൽ ഓരോരോ കാര്യങ്ങളിൽ കൊല്ലുന്ന പ്രതികൾ നല്ല സുഖവാസത്തിന് പോയി ജയിലിൽ കിടക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള എൻകൗണ്ടറുകളൊക്കെ നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഈ ഒരു കാര്യത്തിൽ സാധാരണ ഒരു ആൾക്ക് സംഭവിച്ചിരുന്നു എങ്കിൽ പോലീസുകാർ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നറിയത്തില്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ആങ്ങളയായിട്ട് വരും. അങ്ങനെയാണ് ഞാൻ ഈ ന്യൂസ് ആദ്യം കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല വാർത്തയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്നെക്കൊണ്ട് ഇങ്ങനെയും ചിന്തിപ്പിച്ചു, ഒരു സാധാരണ ആൾക്ക് വന്നാൽ ഉറപ്പായിട്ടും ഇവരിങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു പോലീസുകാരനായതുകൊണ്ടാവാം ചിലപ്പോൾ പ്രതിയെ എൻകൗണ്ടർ ചെയ്തത്. എന്തായാലും നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാരങ്ങ് നിയമം നടപ്പാക്കി. എല്ലാ കേസുകളിലും ഇതുപോലുള്ള ന്യായങ്ങൾ പോലീസുകാർ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജയിലുകളിൽ ചുമ്മാ ആവശ്യമില്ലാതെ തീറ്റിപ്പോറ്റ് ഇരിക്കുന്ന പ്രതികളെ കുറയ്ക്കാമായിരുന്നു. വെറുതെ ചെലവിന് കൊടുത്ത് നമ്മുടെ ജനങ്ങളുടെ കാശിൽ നിന്ന് തീറ്റിപ്പോറ്റി നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് പുറത്തോട്ട് ഇറക്കി വിടും. വീണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്ത് വീണ്ടും ഉണ്ടു ഉറങ്ങി നല്ല സുഖവാസവും കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തിറങ്ങും. വീണ്ടും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും അകത്ത് പോകുന്നു. ഇത് തന്നെ റിപ്പീറ്റ് ആകത്തല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമമാവുന്നുണ്ട്. കൊച്ചു കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിട്ട് എത്രയോ ആളുകൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും അതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ട് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇനി എന്ന് മാറുമെന്നറിയത്തില്ല. പുതിയ നിയമങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുൻപോട്ട് പോകാം. അല്ലാതെ എന്ത് പറയാനാ, ഓരോ ദിവസവും ഓരോരോ വാർത്തകളാണ്. അച്ഛനെ കൊന്ന മകന്, അമ്മയെ കൊന്ന മകന്, അമ്മ പറഞ്ഞിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, അതിനുശേഷം മകൻ ആത്മഹത്യ ചെയ്തു. പിന്നെ അമ്മയും മകനും കൂടെ പ്ലാൻ ചെയ്തു മരിക്കാൻ തീരുമാനിച്ചു. പിന്നെ മകൻ തന്നെ അമ്മയും ബാക്കിയുള്ള ആൾക്കാരെയും കൊല്ലാൻ ശ്രമിച്ചിട്ട് അമ്മ മാത്രം രക്ഷപ്പെട്ട് ബാക്കി 4 പേരും മരിക്കുന്നു, സ്വന്തം അനിയനടക്കം. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രതികൾക്ക് മീൻകറി വേണം, പിന്നെ ഇറച്ചി വറുത്തത് വേണം. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ ഈ നിയമം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗതി കെട്ടാ പുലി തിന്നുമെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നാട്ടുകാർ നിയമങ്ങൾ കയ്യിലെടുക്കാനും മടിക്കുകയല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള അവസ്ഥ കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് പേടിയായി തുടങ്ങി. ന്യൂസുകൾ കേൾക്കാൻ പറ്റാതായി. കൊച്ചുകുട്ടികളെ നമുക്ക് പണ്ടൊക്കെ പറയുമായിരുന്നു വാർത്ത കേൾക്കണം, വാർത്ത വായിക്കണം, പേപ്പർ വായിക്കണം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കുട്ടികളെ നമുക്ക് വാർത്ത കാണിക്കാനും പേപ്പർ വായിക്കാനും ഒക്കെ പറയാനായിട്ട് പേടിയായി തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ
ഇപ്പം നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ. ഇനിയും വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങളുമായി ഞാൻ വരാം. താങ്ക് യു.